ആൻഡ്രോയിഡ് യൂസേഴ്സ് ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ പറഞ്ഞ് കളിയാക്കുന്ന മെയിൻ ഒരു റീസൺ ആണ് 2021 കണ്ടും ഇതുവരെ ഐഫോൺസിൽ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ മോഡ് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഐഫോൺസിൽ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ മോഡ് എങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് രണ്ട് ആപ്സ് നമുക്ക് ഐഫോൺസിൽ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ മോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഐഫോൺസിൻ്റെ OS വേർഷൻ നമുക്ക് അതിനുള്ള പെർമിഷൻ തരുന്നില്ല. പക്ഷേ നമുക്ക് രണ്ട് സൈറ്റ്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഐഫോൺസിൽ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ മോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് എല്ലാവരും ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ മോഡ് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷൻ നമുക്കിപ്പോൾ കറൻറ്റ്ലി നമുക്ക് ഐഫോൺസിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഐഫോൺസിൽ ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ മോഡ് ഇനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ആപ്പിന് മാത്രം ആവശ്യമുള്ള ആപ്പിൻ്റെ പേര് സ്പ്ലിറ്റ് സ്ക്രീൻ എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആപ്പ് ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ കണ്ട് നമുക്ക് മുകളിൽ കുറച്ച് ബുക്ക് മാർക്സ് ഓൾറെഡി നമുക്ക് ഈ ഒരു ആപ്പ് തന്നെ വരുന്നുണ്ട്. മുകളിൽ നമുക്ക് രണ്ട് സ്പ്ലിറ്റ് സ്ക്രീൻ മോഡലിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏത് സൈറ്റ്സ് വേണമെങ്കിലും നിങ്ങളുടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ടും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂവിൽ. അല്ലാതെ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഒന്നെങ്കിൽ മുകളിൽ ഒരു ഇൻസ്റ്റാഗ്രാമും താഴെ യൂട്യൂബ് ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആമസോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആമസോൺ സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ UAEയിലാണുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് UAEയുടെ ആമസോൺ ആണ് ഓപ്പൺ ആക്കുന്നത്. amazon.ai ആണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആമസോണിൻ്റെ സൈറ്റ് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ തൊട്ട് താഴെയായിട്ട് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഞാൻ ഇവിടെ യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. NCSൻ്റെ ഒരു സോങ് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. സോങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ പ്ലേ ആവുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സോങ് താഴേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ഫുൾ സ്ക്രീനിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വേണ്ടപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുകളിലേക്ക് ആക്കി നമുക്ക് നോക്കാവുന്നതാണ്. അപ്പം ജസ്റ്റ് മുകളിലായിട്ട് ഞാൻ ഇവിടെ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. നമുക്ക് ഈ ഒരു ഐഫോൺ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ iPhone 14 Pro Max ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ കറണ്ട് റേറ്റ് എത്ര നമുക്ക് ജസ്റ്റ് നോക്കാം. UAEയിലെ കറണ്ട് റേറ്റാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. 14 Pro Max 512 GB നമുക്ക് 5400 dirhams ആണ് കാണിക്കുന്നത്. 14 Pro ഉണ്ട്, 14 Pro Max. അപ്പോൾ എൻ്റെ ഈ ഒരു മോഡലിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 4639 ആണ് ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ സോങ് താഴെ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏതൊരു സൈറ്റും സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ മോഡിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ മുകളിൽ നമുക്ക് ആമസോണാണ് യൂസ് ചെയ്യുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് യൂട്യൂബ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഐഫോൺസിലും സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ മോഡ് നമുക്ക് കറൻറ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ iOS 17 വരുന്നതോടുകൂടി നമുക്ക് കറൻറ്റ്ലി ഉള്ള എല്ലാ ആപ്സും നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ മോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. See you.